ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അതും ഒരു കോംബോ റെസിപ്പിയാണ്. നല്ല തേങ്ങച്ചോറും പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു കരൾ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ തേങ്ങച്ചോറിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഈ ഒരു തേങ്ങച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ആ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു അരമുറി സവാള നൈസായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഹോൾ സ്പൈസസ് ഇല്ലേ, ബേ ലീഫ്, പിന്നെ അതുപോലെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൊന്നി അരി ആയതുകൊണ്ടാണ് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറുവ അരിയോ മറ്റോ ആണെങ്കിൽ ഒരു 3 കപ്പ് എന്തായാലും വേണ്ടി വരും. വേവാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു അരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ അരി ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് വീണ്ടും നമ്മൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു നാടൻ ഫ്ലേവർ തരുന്നൊരു റൈസാണിത്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ കരൾ വരട്ടിയതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കരൾ വരട്ടാൻ വേണ്ടി ഇതാ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കരൾ വരട്ടിയത് നമ്മുടെ ഈ ഒരു തേങ്ങച്ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കരളൊക്കെ ഞാനിതാ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 കിലോ കരളുണ്ടാവും. ഇതാ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾക്ക് കരൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ ഈ ഒരു കരൾ വരട്ടിയതിന് വേണ്ടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കട്ട് ചെയ്യൊന്നും വേണ്ട, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇതൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് കുക്കർ അടിച്ചെടുക്കാൻ കുറച്ച് പാടുപെടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബീഫൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ ഒരു 5-8 വിസിൽ എന്തായാലും വേണ്ടി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ തീയിൽ ആ ഉള്ള വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തേങ്ങച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. തേങ്ങച്ചോറ് പല ടൈപ്പിലുണ്ടാക്കും അല്ലേ. നമ്മൾ തേങ്ങ ഇതുപോലെ അരച്ച് ചേർത്തിട്ടുണ്ടാക്കും, അതുപോലെ തേങ്ങ അപ്പാടെ ചേർത്തിട്ട് ഉണ്ടാക്കും, പിന്നെ അതുപോലെ തേങ്ങ പാലെടുത്തിട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ ഈ ഒരു അരിക്ക് പകരം നമ്മൾ നേരിയ അരിയില്ലേ, ജീരകശാല റൈസ് ഉണ്ടല്ലോ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്നത്, ആ ഒരു അരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ കല്ലുമ്മക്കായ ഇട്ടിട്ട് ഉണ്ടാക്കും, കൊഞ്ചൻ ഇട്ടിട്ടുണ്ടാക്കും, ചെമ്മീൻ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണല്ലോ തേങ്ങച്ചോറ്. അപ്പോൾ നമ്മുടെ കരളിതാ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിതിന് വേണ്ടിയിട്ടുള്ള സൈഡ് ഡിഷായിട്ടുള്ള നല്ലൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില,
പച്ചമുളക് എന്നിവ ചേർത്ത് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അരമുറി ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ട് ചമ്മന്തി അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കരളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ കരൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, കുക്കറിൽ നിന്നും ഇതുപോലൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പിന്നെ ഒക്കെ ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അരമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കരൾ വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കരൾ വരട്ടിയതും തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാച്ചോറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഉച്ചക്കത്തെ ലഞ്ചിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.